ഹായ് മോനെ, സുഖല്ലേ? നമുക്ക് ഒരു കുഞ്ഞി കഥ കേൾക്കാം കേട്ടോ. ഈ പൂമ്പാറ്റേനെ ഇഷ്ടമാണോ? പൂമ്പാറ്റ, കുഞ്ഞി പൂമ്പാറ്റയില്ലേ, ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന പൂമ്പാറ്റ. നമുക്ക് ആ പൂമ്പാറ്റേൻ്റെ ഒരു കഥ കേൾക്കാം. നല്ല രസമാണ് ആ കഥ കേൾക്കാം. മോനെ അറിയാവോ, കണ്ടിട്ടുണ്ടോ പൂമ്പാറ്റ ഇങ്ങനെ ഉണ്ടായി വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മിസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. പിന്നെ മിസ്സിനോട് പറഞ്ഞു തരണം. ആ കഥ കേട്ടിട്ട് മിസ്സിന് പറഞ്ഞു തരണം. എന്നിട്ട് പിന്നെ മിസ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് മറുപടിയൊക്കെ പറഞ്ഞാൽ, ഞാൻ ആൻസർ പറഞ്ഞാൽ മിസ്സ് സമ്മാനമൊക്കെ തരും കേട്ടോ. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം അല്ലേ? ഒരു ദിവസം ഒരാളെ കാട്ടിക്കൂടെ എങ്ങനെ നടന്നു പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിന് പട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു പൂമ്പാറ്റ ഇങ്ങനെ വിരിയാനായിട്ട് അതിൻ്റെ ആ കൂട്ടിൽ നിന്നൊക്കെ വിരിഞ്ഞ് പ്യൂപ്പയിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടു. അപ്പോൾ അയാൾ ഓർത്തേ, ഒരു ഉപകാരം ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതൊന്ന് പൊട്ടിച്ച് വിട്ടിട്ട് അയാൾക്ക് നടന്നുപോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ആ പൂമ്പാറ്റയുണ്ട് അവിടെ ചത്ത് കിടക്കുന്നു. പാവം പൂമ്പാറ്റ. എന്താ കാര്യം എന്നറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം എന്താണെന്നറിയാവോ? അതിങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ചിറകുകൾക്ക് ഭയങ്കര ശക്തി കിട്ടും. ആ ശക്തിയിലാണ് അവർക്ക് പറക്കാൻ പറ്റുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ച് വിട്ടുകൊണ്ട്, സമയമാകുന്നതിന് മുമ്പേ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ച് വിട്ടുകൊണ്ട് അതിൻ്റെ ചിറകുകൾക്ക് ഒട്ടും ബലമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് പറക്കാൻ കഴിയാതെ ചത്ത് വീണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടും. നമ്മുടെ ജീവിതം ഏറ്റവും നല്ലതാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടപ്പാടുണ്ടാകുന്നത്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഉപകാരമാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യമൊക്കെ തോന്നുമെങ്കിലും അത് ഉപകാരമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കഥയിൽ പറഞ്ഞു തരണം, അതുപോലെ ആൻസറൊക്കെ നന്നായി പറയണം കേട്ടോ. ഓക്കേ.